ഇപ്പോൾ രാത്രി ഇപ്പോൾ ഏകദേശം 11 മണി കഴിഞ്ഞു. ഈ സമയത്ത് നമ്മളൊരു മല കയറാൻ വേണ്ടി പോവാണ്. ഈ മല കയറാനായിട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് വഴിയൊന്നും അറിയത്തില്ല. ഇതുപോലെ നല്ല ഇരുട്ടാണ്. നമ്മൾ പോവുകയാണ്, മല കയറുവാണ് എന്ന് മാത്രമേ ഉള്ളൂ. മല കയറാൻ വേണ്ടിയിട്ട് ആ കൂടെ അറിയാവുന്നത് ഒരു കോർഡിനേറ്റ്സ് മാത്രമാണ്. എന്താ പറയുക, ഒരു GPS-ൻ്റെ കോർഡിനേറ്റ്സ് മാത്രമേ അറിയത്തുള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ മലയിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ വന്ന് വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തു. വണ്ടി ഇവിടം വരെ വണ്ടി വരത്തുള്ളൂ, ഇതിൻ്റെ മുകളിലോട്ട് വണ്ടി കയറത്തില്ല. ഇവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തു. ഇനി അങ്ങോട്ട് പോവുകയാണ്. കൃത്യമായിട്ടുള്ള വഴിയൊന്നുമില്ല. നമ്മൾ ഒരു പ്രാവശ്യത്തിന് മുന്നേ വന്നിട്ടുണ്ട്, പക്ഷെ അത് വേറെ വഴിയാണ് വന്നത്. നമുക്ക് സ്ഥലം അറിയാം, പക്ഷേ വഴി ഇപ്പോൾ പോകുന്നത് കൃത്യമായിട്ട് അറിയത്തില്ല. നമ്മളിപ്പോൾ താഴ്ന്ന് കുരിശുമലയുടെ താഴെ വന്നിട്ട്, തെക്കൻ കുരിശുമലയുടെ താഴെ വന്നിട്ട് വണ്ടി താഴെ വെച്ചു. അവിടുന്ന് നമ്മൾ തെക്കൻ കുരിശുമല കയറി വരുമ്പോഴത്തേക്ക് കുറച്ച് മുന്നോട്ട് ആ വലിയ കയറ്റം കയറി വരുമ്പോൾ ഒരു ഇടത്തോട്ടൊരു വഴിയുണ്ട്. ആ ഇടതുഭാഗം കയറി മുകളിൽ വരുമ്പോഴത്തേക്ക് ഒരു സിമൻറ്റ് റോഡ് തീരുന്ന ഭാഗമുണ്ട്. അവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്തു. അവിടെ നിന്ന് മുകളിലോട്ട് കയറുവാണ്. ഈ തുടക്കത്തിലുള്ള കയറ്റം തന്നെ നല്ല കുത്ത് കയറ്റോ. അത് മാത്രമല്ല കാടാണ്. കാട്ടുജീവികളും പന്നിയും പാമ്പും പഴുതാരയെല്ലാം ഉണ്ടാവും. പക്ഷെ രാത്രി കയറണം എന്നുള്ളൊരു വാശിക്ക് വന്നേ. കണ്ടോ, പ്രത്യേകിച്ച് വെട്ടോ വിളിച്ചോ വെള്ളത്തിനുള്ളൊരു ആക്സസോ മറ്റൊന്നും നമുക്ക് ചുറ്റുമില്ല. ഞാനും എൻ്റെ കൂടെ പോകുന്ന ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കാടും പരിസരവും പൂർണ്ണമായിട്ട് നമുക്ക് തന്നെ കിട്ടും. നമ്മൾ ആസ്വദിച്ച് കയറും. അപ്പോൾ അതിനുവേണ്ടി പോവാണ്. എൻ്റെ കൂടെ ഉള്ള ആളാണ് മുകളിൽ നിൽക്കുന്നത്. മുകളിലോട്ട് പോകുമ്പോൾ ഇരുട്ടാണ്. കാണാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ആ വെട്ടം കാണുന്ന സ്ഥലം കണ്ടോ, അത് നമ്മുടെ കുരിശുമലയുടെ തൊട്ടടുത്തുള്ള കാളിമല എന്ന് പറയുന്ന അവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലമാണത്. അവിടെ ഇപ്പോൾ ഉത്സവം നടക്കുവാണ്. അപ്പോൾ അതിൻ്റെ ആണ് വെട്ടവും വെളിച്ചമൊക്കെ ആയിട്ട്. ഇത്രയും നേരം പാട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നിർത്തി. ലൈറ്റ് ഏറ്റവും കുറഞ്ഞ ഇൻറ്റൻസിറ്റിയിൽ ഇട്ടാൽ മതിയേ, അപ്പോൾ കൂടുതൽ നേരം ബാക്കപ്പ് കിട്ടും. ഇതാണോ വഴി? ഇത് തന്നെ വഴി. ഈ സൈഡിൽ കൂടെ കയറിക്കോ. എടാ, അന്ന് നമ്മൾ വരുമ്പോഴത്തേക്ക് മഴയില്ലാത്തതുകൊണ്ടെല്ലാം ഇതായിട്ട് കിടക്കുമായിരുന്നു. അപ്പം മഴ പെയ്തില്ല. ഇതുവഴി കയറിക്കോ, മുകളിലോട്ട് കയറിക്കോ. ഇത് തന്നെ വഴി. ഇങ്ങനെ വഴിയായിട്ട് മരം ഒടിഞ്ഞു വീണാന്ന് തോന്നുന്നല്ലേ? ആ അതെ അതെ, വഴിയായിട്ടൊന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട, ആ കയറിയാൽ മതി. എനിക്ക് തോന്നുന്നു നമ്മളതിനായിരിക്കും. അയ്യോ, ഇത് ശരി, കുറെ മുള്ളുള്ള സ്ഥലം. ഓ, മൊത്തം മുള്ള. മുകളിൽ കയറിക്കോ. നീ വിട്ട കമ്പ് വന്ന് എന്നെ, ഇത് വട്ടയാണല്ലോ. നമ്മൾ ഇപ്പം കയറിക്കോ. മണ്ണിട്ടാ നല്ലോണം കാണാം. മണ്ണിട്ടാ കാണാം, നല്ലപോലെ കാണാം. മണ്ണിൻ്റെ സെൻസർ ഭയങ്കര വലുതാ മറ്റേനേക്കാൾ ചുങ്ങുമ്പോഴേ. മഴ പെയ്ത് ഇവിടെ വഴിയൊന്നും ഒരു തിട്ടമില്ല. ഒരു അതിര് പിടിച്ച് കയറുക. ഒരു ഏകദേശം ഐഡിയയിലാണ് പോകുന്നത്. പ്രത്യേകിച്ച് വഴിയെന്ന് പറയാനായിട്ട് ഇവിടെ ഇല്ല. നിലവിലുള്ള ഇതുവഴി ഇങ്ങനെ കാണുന്നുണ്ട് ഒരു വഴി പോലെയൊക്കെ. ആ ഒരു ഐഡിയയിൽ പോവുക. ഇങ്ങോട്ടൊക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതല്ലേ വഴി? ഇതാണോ? ആ ഇത് ഇതല്ല, അതാ. ഇതാണോ വഴി? എന്തിനാ അതി കിടന്ന് കളിക്കുന്നില്ല? അല്ലെങ്കിൽ നിന്റെ മേത്തുള്ളൂല്ലേ? ഈ ലൈറ്റ് കണ്ടിട്ട് കുറെ പക്കി വരുന്നുണ്ടല്ലേ. എന്നാൽ ഇതുവഴിയല്ല, അതുവഴി വേണം. വഴി ചെറുതായിട്ടൊന്ന് മാറിപ്പോയിരിക്കുകയാണ്. ഇനി വഴി മാറിപ്പോയെന്ന് പറയുമ്പോൾ വഴി അറിയാമായിരുന്നിട്ടല്ല മാറിപ്പോയെന്ന് പറഞ്ഞത്. ഒരു ഐഡിയ പുറത്ത് പറഞ്ഞാണ് വഴി മാറിയെന്ന്.
ഇവിടെയാണെങ്കിൽ ഒരു ചെറിയൊരു ഇതാണ് വഴി എന്ന് തോന്നുന്നു. ഇതാണ് വഴി. നമ്മൾ നല്ല നിലാവുണ്ട്, ചന്ദ്രനെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ വരുന്ന വഴിക്ക് മഴയാണെന്നുള്ള ഒരു ഫീലായിരുന്നു. അപ്പോൾ അതില്ല. ഇവിടെ നല്ലപോലെ നമ്മൾ ചൂടെടുക്കുന്നുണ്ട്. ചൂടെടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ശരീരം നല്ലൊരു അധ്വാനിക്കാണല്ലോ, അതിൻ്റെ പേരിൽ. ഇത് തന്നെ വഴി, ഇങ്ങനെ കയറണം. ഇതിൽ പണ്ടൊരു പ്രാവശ്യം, പണ്ടെന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് പകലാണ് വന്നത്, അതുകൊണ്ട് തന്നെ കാഴ്ചയ്ക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ലോ, രാത്രിയല്ലേ. ഇവിടെ അന്ന് ഈ ചുരൽ കാട് നമ്മൾ കണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ചുരൽ ഇതിൻ്റെ സൈഡിൽ കൂടെ പോയത്. അതെ അതെ. അപ്പോൾ ഇതൊരു അടയാളമാണ് വരുന്നവർക്ക്. പക്ഷെ ഇവിടം വരെ കുഴപ്പമുണ്ടാവില്ല, കാരണം ഇവിടുന്ന് താഴ്ന്ന് ഒരേപോലെ കയറി വരുന്നൊരു ഭാഗമാണ്. ഇനി മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു സ്ഥലം എത്തുമ്പോഴത്തേക്ക് നമുക്കൊരു ഐഡിയ ഇല്ലാണ്ടായിപ്പോൾ. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ അവിടെ നിന്ന് ഒരു വഴിയും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഐഡിയ ഇല്ലാതാവുന്ന സ്ഥലം. ഇവിടുന്ന് നമുക്കിപ്പോൾ ഇങ്ങോട്ടാണ് പോകാനുള്ളതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇങ്ങോട്ടാണ് പോകാനുള്ളതെന്ന് തോന്നുന്നു. കാര്യം വെച്ചാൽ ഇവിടെ ഈ നമ്മുടെ ഇതാണ് എന്തോ കടുക്കയല്ലല്ലോ, മഹാഗണി തോട്ടമാണ്. അത് വെറുതെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. എവിടെ നോക്കിയാലും ഒരുപോലെ ഇരിക്കും. നമ്മളന്ന് പകൽ വന്നപ്പോൾ തന്നെ പറഞ്ഞു ഈ സ്ഥലത്ത് നമ്മൾ വഴി തെറ്റുമെന്ന്. ഇവിടെ ഇനി കയറി നോക്കാം. അതന്നെ വഴി തന്നെ. ഈ വരവും കണ്ടുകൊണ്ട് ആരും ഒറ്റയ്ക്ക് വരരുത്, മിനിമം 2 പേരെങ്കിലും വരണം. അതുമാത്രമല്ല, നമ്മൾ വരുന്നത് രാവിലെ പകൽ വന്നതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് വരുന്നത്. ആരും ഇത് സാഹസപ്പെട്ട് ഒറ്റയ്ക്ക് ട്രൈ ചെയ്യാൻ നിൽക്കരുത്. ഇതിനകത്ത് പെട്ടുപോയാൽ രാവിലെ നിങ്ങൾക്ക് പുറത്ത് വരാൻ പറ്റുമായിരിക്കും, പക്ഷെ ആ രാവിലെ ആകുന്നത് വരെയുള്ള സമയം നിങ്ങൾ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. അത് മനസ്സിൽ വെച്ചോളേ. അപ്പം നമുക്കിപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഇതുകൊണ്ട് ഒരു വഴിത്താര പോലെ ഇങ്ങനെ കിടപ്പില്ല. അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കയറി പോയാലോ എന്ന് ചോദിച്ചത്. പക്ഷേ ഇതെന്തായാലും കാട്ടിലോട്ട് കയറുക, കാട്ടിലോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിപ്പോൾ കാടിലോട്ട് കയറുവാണെങ്കിൽ ഇതുണ്ട്, ഇതിങ്ങനെ ഓടിച്ചിട്ടേക്കുന്നുണ്ട്. ഇത് നടന്നു പോയ കണക്കല്ല ഇരിക്കുന്നത്. നടന്നു പോയ കണക്കാ ഇരിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് ലെഫ്റ്റിൽ കൂടെ പോകാനാ, അങ്ങോട്ട് കയറി പോയിട്ട് പോകാനാ. ലെഫ്റ്റിൽ കൂടെ പോയാൽ കുറച്ചും കൂടെ. എന്നാൽ ശരി, അവിടെ എന്തോ ജീവിയുണ്ട് കേട്ടോ. ഒന്നുമില്ല, അതിൻ്റെ കൈ തട്ടിയിട്ട് അനങ്ങിയത്. അല്ലെന്ന് അവിടെ എന്തോ ഞാൻ എൻ്റെ കൈ തട്ടി വിടല്ലേ, അപ്പുറത്ത് അനങ്ങിയത്. അത് വല്ല മറ്റേ പുളിച്ചാടിയാ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. എലി എടാ, ഇതിനകത്ത് പലതും കാണും. നമ്മളിപ്പോൾ അല്ല ഇങ്ങോട്ടങ്ങില്ല, മേലോട്ടല്ലേ, ബാക്കിലോട്ട്. മുകളിലോട്ടല്ല, റോഡ് പോവാം. നമുക്ക് മറ്റേ വഴി ഒന്ന് ചെറുതായിട്ട് തെറ്റിപ്പോയി. വഴി തെറ്റിക്കിടക്കുവാണ് മൊത്തം. പോകാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ വഴിയൊന്നുമില്ല. അപ്പം തിരിച്ചിറങ്ങിയിട്ട് ഇതൊരു കാടിലോട്ടാണ് വന്നത്, മുള്ളു കാടാണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് തിരിച്ചിറങ്ങിയിട്ട് കുറച്ച് ശകലം വഴി മാറ്റി പിടിക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് കാണുമ്പോഴത്തേക്ക് നമ്മൾ ലൈറ്റ് അടിക്കുന്ന ഭാഗം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വഴിയായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ പറ്റിയതാ. അപ്പം നമ്മൾ അങ്ങോട്ട് പോകാതെ തിരിച്ചിറങ്ങി അതെ നമുക്കൊരു ഐഡിയ ഇല്ലെന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ലാണ്ട് വന്നതായിപ്പോയതുകൊണ്ട് ഒരു ഐഡിയ ഇല്ല. ഇത് കാലൊക്കെ ഒന്ന് സൂക്ഷിച്ചോണേ, നോക്കുമ്പോഴത്തേക്ക് ഇത് കമ്പല്ല കേട്ടോ. ഇത് പിടിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഊരിപ്പോവും. ഇത് പാറയാണല്ലോ, ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. അങ്ങോട്ടൊന്നും കയറണ്ട. ബെസ്റ്റ്. നമ്മുടെ കാല് കുഴിയിലായിപ്പോയി. എവിടെ കുഴി? ഇത് പിടി, ഞാൻ എഴുന്നേറ്റ് വരാം. അത് വിട്. ഇവിടെ കുഴി പോയെന്ന് വെച്ചാൽ എന്ത് പറ്റിയെന്നറിയാം. ഇത് മരത്തിന്റെ വേരിന്റെ കുഴിയാ. എടാ, കാലം എടുക്കാൻ പറ്റുന്നില്ല. അമ്മേ, എടുക്കാൻ പറ്റുന്നില്ലടാ. സീരിയസ് ആയിട്ട് എനിക്ക് വലിച്ചിട്ട് വരുന്നില്ല. തൂക്ക്, ഷൂ ഉടക്കി നിൽക്കുവാ. കേറി അതുപോലെ എടുക്ക്. ഇല്ലടാ, ഇറങ്ങിപ്പോയടാ. ചേട്ടാ, ഷൂ ഉൾപ്പെടെ കാല് വരത്തില്ല.
ഇവിടെ ഒന്ന് പൊട്ടിച്ചേ. നീ ഞാൻ പിടിച്ച് വലിച്ചു കഴിഞ്ഞ് വരും. ഇല്ലില്ല അങ്ങനെയല്ല, ഇവിടെ ഈ ഞാൻ പിടിച്ച് വലിക്കണോ വീഡിയോ എടുക്കണോ? 2 ഓപ്ഷൻ ഉണ്ട്. ഞാൻ എടുക്കാം കാല്. ആങ്കി എടുക്ക്. ഷൂ മാത്രമേ വരൂല, കാല് മാത്രം വരും. ഇത് എവിടെ കയറ്റി പോയി കാല്? എടാ ഇവിടെ ഈ ഷൂ ഇവിടെ അങ്ങ് മനസ്സിലായി ഇവിടെ വേരാണ് കേട്ടോ. ഈ വേരിനങ്ങ് താഴോട്ടായി പോയി. ഓ എന്നിട്ട് ഐ ആം ട്രാപ്ഡ്. എനിക്ക് കാലൂരി എടുക്ക്. കാലൂരി എടുത്ത് ഇനി ഷൂരി എടുക്ക്. അയ്യോ കോമഡി. എന്താ മോനെ, ഈ ഒരു വീഴ്ച മതി കാലൊടിയാൻ. എന്നുവെച്ചാലേ സ്പീഡിലാണെങ്കിൽ സ്പീഡിലാണെങ്കിൽ. പക്ഷെ നമുക്കിപ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. നമുക്കൊരു പിടിയും കിട്ടരുത്. ഇതേ ഈ കുഴിയുണ്ടോ, ഇത് കാണിച്ചടാ. ഇത് കണ്ടോ, നല്ല കുഴിയാണ്. ഇത് ചെറിയ കുഴിയാണ്, പക്ഷേ എന്താ വെച്ചാൽ എൻ്റെ കാലിങ്ങനെ വന്നിട്ട് ഇങ്ങനെ പിറകോട്ട് മടങ്ങിയിട്ട് ഇത് വേരാണ്. വേരിൻ്റെ പിറകിൽ ഷൂസ് ഇറങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് ഇങ്ങനെ നമ്മൾ ഷൂസിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, വേരിൻ്റെ പിറകിലായിപ്പോൾ. അപ്പോൾ എന്ത് വലിച്ചാലും എടുക്കാൻ പറ്റൂല. എന്തായാലും വലിച്ച് പുറത്തെടുത്ത് ഞാൻ. അമ്പോ, ഇത് നമ്മുടെ ഇന്നത്തെ ഇതിൻ്റെ ഒരു തുടക്കം മാത്രമേ ആയുള്ളൂ. ഇനി അങ്ങോട്ട് ഇതിൻ്റെ ഡബിൾ ഉണ്ടായിരിക്കും. ഓൾട്ടി വരാത്തത് കാര്യമായി. സത്യം. എന്ത് ചെയ്യണ്ട, മറ്റേ ലൈറ്റ് ഇവിടെ അങ്ങോട്ട് ഇട്ടായിരുന്നേ. ഇതാ നടക്കുന്നു. ഇതാ ഓക്കെ. കാല് വലിച്ചൂരി എടുത്തു. ഒരു കുഴിയിലോട്ട്, റബ്ബറിൻ്റെ കുഴിയായിരുന്നു. റബ്ബറിൻ്റെ ചുവട് മരം മുറിഞ്ഞ് മാറിയതിനു ശേഷം ചുവട് ഇരുന്ന് ദ്രവിച്ച് പോയ കുഴിയുണ്ടല്ലോ, അതിനകത്തോട്ട് കാലായിപ്പോയി. എന്തായാലും വലിച്ച് പുറത്തെടുത്തു. നമ്മൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് വഴിയെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാണ്ടായിപ്പോയി. നമ്മളിപ്പോൾ എന്തോ ഒരു ഐഡിയയിലൊക്കെ ഇങ്ങനെ കയറി പോകണം. മുകളിലോട്ടാണ് എന്നുള്ളൊരു ഇത് മാത്രം വെച്ച് പോകണം. കാരണം വെച്ചാൽ അന്ന് പകൽ വരുമ്പോഴത്തേക്ക് താഴോട്ട് നമ്മൾ നോക്കി വരുമ്പോൾ വലിയ പ്രശ്നമില്ല. ഇപ്പോൾ തിരിച്ച് കയറുമ്പോൾ പ്രത്യേകിച്ച് ഇരുട്ടായതുകൊണ്ട് ഒന്നും അറിയാൻ വയ്യ. കുറച്ച് വെള്ളമൊക്കെ കയ്യിലുണ്ട്. അത്യാവശ്യം ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. രാവിലെ 5 മണിക്ക് മുന്നേ അവിടെ എത്തണമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ പോക്ക് കണ്ടിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ 12 മണിയായി. അയ്യോ പോട്ട്, അതുകൂടി കയറിക്കോ. നമുക്ക് ആ പാറയുടെ ചോട് കിട്ടിയാൽ മതി. പാറയുടെ ചോടുന്ന് പൊക്കോ. നീ മുന്നേ പൊക്കോ. ഞാൻ അപ്പോൾ എനിക്ക് മുന്നേ ഇത് കിട്ടും. ഇത് ഞാൻ പ്ലെയിനായിട്ട് എടുത്തുകൊണ്ട് നടക്കണം. നീ പോകുമ്പം പാറ മുന്നിൽ കാണുന്നുണ്ടോ നോക്കെ. മുള്ളു പിടിച്ച. ഇതാ നമ്മുടെ ഇറങ്ങിയ സ്ഥലമാണ്. അതാ പറഞ്ഞേ. ഇതാണെന്ന് തോന്നുന്നു നമ്മൾ ഇറങ്ങിയ സ്ഥലം. അതാണോ? അതാ ഇപ്പുറത്തൂടെ, ഇങ്ങോട്ട് വാ. ഇവിടെ ഉണ്ട് കുറച്ചുകൂടെ കയറ്റം കുറവാണ്. ഇതുവഴി കയറാം. അവിടെ നല്ല കുത്തുകയറ്റം. ഏതൊക്കെയോ മരം അന്ന് കണ്ടായിരുന്നു. പക്ഷേ ഇരുട്ടായതുകൊണ്ട് ഒരു മരത്തിനെക്കുറിച്ചും ഒരു അറിവുമില്ലല്ലോ. എന്തായാലും ഇങ്ങോട്ട് പോവാം. ഇത് എവിടെ നോക്കിയാലും വഴിയാണല്ലോടാ.
അതാ കോമഡി. എങ്ങനെ നോക്കിയാലും വഴിയാണ് കാണുന്നത്. എങ്കിൽ ഞാൻ സത്യം പറയട്ടെ, എടാ ഇതാണ് വഴി, ഇതാണ് വഴി, ഇതാണ് വഴി, കണ്ടോ? ഇതാണ് വഴി. അതാ അങ്ങനെ വഴി കിട്ടി ഗൈസ്, വഴി കിട്ടി. ഇതാണ് കറക്റ്റ് വഴി എന്ന് തോന്നുന്നു. ഇനി അങ്ങോട്ട് കയറുമ്പോൾ അറിയാം. മുന്നേ പോ. നമ്മുടെ വഴികാട്ടി ആരെന്നറിയോ? ചന്ദ്രൻ ആകാശത്തിൽ പോണ്ട്. ഇതാണെന്ന് തോന്നുന്നു കേട്ടോ വഴി. നമ്മൾ ഇതിലേ കൂടെ എപ്പോഴും ഇറങ്ങി വന്നേ? അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലടാ. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മളന്ന് ചാടി വന്നു. വഴി കിട്ടുന്ന സന്തോഷത്തില്ല. അത് മാത്രമല്ല, ഒരു പ്രാവശ്യമല്ലേ പോയുള്ളൂ. നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അറിവ്. ഇവിടെ ഇങ്ങനെ മേലോട്ടല്ലേ? ആ കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. വഴി എവിടെ കല്ല്? ഇത് കണ്ട്, ഇത് ഞാൻ കയറിയ സാധനം സ്റ്റെപ്പ് പോലെ കല്ലെടുത്ത് വെച്ചേക്കുക. അതാ പറഞ്ഞേ, ഇത് വഴി ആയിരിക്കണം. ഏതാ ഇങ്ങനെ പോകുന്ന സാധനം വഴിയാണോ? അങ്ങനെ പോകുന്ന സാധനം വഴിയല്ല. ഇപ്പം നമ്മൾ ഈ പാറയിലോട്ട് അടിച്ച് കാണിച്ചേ, നമ്മൾ ഈ ഇങ്ങോട്ട് കാണിച്ചേ പാറ. ഈ പാറയുടെ ചോട് നമ്മളെത്തി. നമുക്ക് വില്ലൂന്നി എന്ന് പറയുന്നത് അങ്ങോട്ട് കാണിച്ച് ദൂരെ. വില്ലൂന്നിയല്ല, കൊണ്ട കെട്ടി. അത് അവിടെയാണ് വരുന്നത്. അപ്പോൾ ക്യാമറ കാണാൻ പറ്റത്തില്ല. കാണാം. നമുക്ക് ഈ പാറയുടെ ചോട് പിടിച്ചാണ് നമുക്ക് പോകാനുള്ളത്. ഈ പാറയുടെ ചോട് പിടിച്ച് ഈ സൈഡിൽ കൂടെ പോകണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു വഴി പോലെ കാണുന്നില്ലേ? ഇത് തന്നെ വഴി. ഇങ്ങനെ പോകാം. ഈ കാണുന്നതിന് വഴി. വേറെന്താ വഴി? ഇത്രയും നല്ല വഴി ഇവിടെ കിടക്കുമല്ലേ? ഞാൻ ഈ പാറ എത്തിയതൊരു വീഡിയോ എടുക്കട്ടെ. അതുകൊണ്ട് മഴ പെയ്തിട്ടാടാ. നമ്മൾ അന്ന് പാറയിൽ കൂടെ കയറില്ലേ? ഇന്നാണെങ്കിൽ പാറ കൂടെ കയറാൻ പറ്റത്തില്ല. ഇതുണ്ടോ, മഴ പെയ്ത് മൊത്തം വഴുക്കി കിടക്കുക. ഉണ്ടോ, പാറ മൊത്തം തെന്നി പായൽ പിടിച്ച് കിടക്കുക. മഴ പെയ്തിട്ട് വെള്ളം ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുക ചെറുതായിട്ട്. ഇവിടെ ഒരു ചെറിയൊരു വഴിത്താരമുണ്ട്. നമ്മൾ അറിഞ്ഞുകൂടാതെ ആണെങ്കിലും ഏകദേശം ഒരു വഴിയൊക്കെ ഒപ്പിച്ചെടുത്തു. പോകാനുള്ളതാണ് ആ കാണുന്ന മല. നിങ്ങൾ കാണുന്നുണ്ടോ? അതുകൊണ്ട് ആ കാണുന്ന മല ചെറിയൊരു നിലാവ് മാത്രമേ ഉള്ളൂ. അതാണ് മല. നമുക്ക് ഈ സൈഡ് വഴിയൊക്കെയാണ് പോകാനുള്ളത്. ഇങ്ങനെ ഈ സൈഡ് പിടിച്ച് ഇങ്ങനെ പോകണം. നമ്മളങ്ങനെ ഈ പാറയുടെ ചുവട്ടിലെത്തി. ഈ പാറയെന്ന് പറയുന്നത് ഒരു അടയാളമാണ്. ഈ പാറയെന്ന് പറയുന്നത് ഒരു ലാൻഡ് മാർക്കാണെന്ന് പറയാം. കാരണം വെച്ചാൽ കയറി വരുമ്പോഴത്തേക്ക് ഈ പാറയുടെ ചുവടെത്തുമ്പോഴത്തേക്ക് ഈ പാറയുടെ ചുവട് പിടിച്ച് കയറി പോയാൽ നമുക്ക് മുകളിലെത്താനുള്ള വഴി കിട്ടും. കൃത്യമായിട്ടല്ലെങ്കിലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടാണെങ്കിലും ഇവിടുന്ന് കയറിപ്പോയാൽ നമുക്ക് മുകളിൽ കയറാനുള്ള ഒരു വഴിയുടെ ഒരു ഏകദേശം ഐഡിയ കിട്ടും. പിന്നെ അവിടുന്ന് കയറിപ്പോയാൽ മതി. ഒരു 3/4% നമുക്ക് ഇതുവഴി ഇങ്ങനെ തന്നെ കയറിപ്പോൾ. ഈ പാറയുടെ സൈഡ് പിടിച്ച് കയറിപ്പോൾ. അപ്പോൾ നമ്മൾ പാറയുടെ ചുവടെത്തി. ഇതിൻ്റെ താഴെ ആ മഹാണിയുടെ കാട് വരുന്ന സ്ഥലമുണ്ട്. അവിടെ നമ്മൾ എത്തിപ്പെട്ടുപോയി. അവിടെ നിന്ന് വഴി ഒരു ഐഡിയ ഇല്ലാണ്ട് തിരിഞ്ഞ് മറിഞ്ഞൊക്കെ കളിച്ചു. അതിൻ്റെ ഇടയിൽ കാലൊരു കുഴിയിൽ പോയി കുടുങ്ങി. എന്തായാലും അവിടെ നിന്ന് കയറി നമ്മളിപ്പോൾ ഈ പാറയുടെ ചുവടെത്തി. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം ടാസ്ക് ആണെങ്കിലും സുഖമായിട്ട് കയറി പോകാൻ പറ്റും. നമ്മൾ കയറി വന്ന വഴിക്ക് ഈ പാറപ്പുറത്തെത്തിയപ്പോൾ ആദ്യം ഒന്ന് സന്തോഷിച്ചു. ഓക്കെയാണ്, വഴി കറക്റ്റാണെന്ന് കരുതി. പക്ഷെ വഴി തെറ്റിപ്പോയി. ഞങ്ങൾ വന്നതിൻ്റെ ഓപ്പോസിറ്റ് ആ സൈഡിലോട്ടാണ് പോകാനുള്ളത്. അപ്പോൾ പിറകിൽ ആ ഭാഗത്ത് കാണുന്നുണ്ട് മല കാണാം. പക്ഷെ വഴി നമ്മൾ വിചാരിച്ച കണക്കല്ല, മാറിപ്പോയി. അത് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് നമ്മൾ അടുത്ത് എഴുന്നേറ്റ് പോകാനായിട്ട് നോക്കുമ്പോഴാണ് വഴി മാറി എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നമുക്കൊരു ബോധം വന്നത്. അപ്പോൾ വഴി മാറിപ്പോയി. ഇനി നമ്മൾ ഇപ്പോൾ കയറിയ പാറ ഇതേപോലെ തന്നെ തിരിച്ചിറങ്ങിയിട്ട് ഈ പാറയുടെ അപ്പുറത്തെ സൈഡുണ്ട്. ആ സൈഡ് വഴിയാണ് മുകളിലോട്ട് കയറാനുള്ളത് എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ ഞാൻ നിൽക്കുന്നതിൻ്റെ പിറകു വശത്ത് വലിയ കുഴിയും ഒരു വഴിയില്ലാത്ത രീതിയിലാണ് നമുക്ക് നോക്കിയപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഇനി തിരിച്ച് അതേ വഴി കയറണം. അപ്പോൾ ഇവിടെ വന്നിരുന്ന് കുറച്ച് നേരം ഇരുന്ന് നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ നമ്മുടെ ചാർജർ ഉണ്ടായിരുന്നു, ഈ ഹെഡ്ലൈറ്റിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചാർജ് ചെയ്തു. എന്നിട്ട് ഇനി ഇറങ്ങുവാണ്. ഇനി നേരെ ഇവിടുന്ന് ഈ പാറ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകണം. അവിടെ നിന്ന് വേണം പോകാൻ. ഇപ്പോൾ സമയം വന്നിട്ട് 12:10. 5 മണിക്ക് മുന്നേ മുകളിൽ കയറാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പോയി നോക്കാം. പോടാ പോവാം. നമ്മുടെ വഴി തെറ്റിപ്പോയിട്ടുള്ള പോക്കാണ്. തിരിച്ച് പോവുകയാണ്. ആ പാറയിൽ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ കയ്യിലൊക്കെ മറ്റേ മുള്ളു കുത്തിയിരിപ്പുണ്ട്. കയ്യിൽ മുള്ളു കുത്തിയോ? മുള്ളു കുത്തി തുടങ്ങി ഇരിപ്പുണ്ട്. എന്ത് പറ്റി? ഇല്ല, മറ്റേ ഞാൻ നേരത്തെ മുള്ളുണ്ടോ? ഇല്ലല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞ സ്ഥലത്തെ വീടല്ലേ
അവിടെ ആ പാറ ചവിട്ടരുത്, പാറ തെന്നി കിടക്കുന്നുണ്ടോ, വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങി വയ്ക്കും അതുകൂടി. ഈ ലൈറ്റിൻ്റെ വെട്ടം കണ്ടിട്ടേ പ്രാണി വരുന്നു. ആ അതിപ്പോഴാണ് വന്നു തുടങ്ങിയേ. എൻ്റെ ഞാൻ കുറച്ച് നേരം ലൈറ്റ് കിട്ടില്ലായിരുന്നു. ആ അങ്ങോട്ട് അവിടെ വഴിയുണ്ടല്ലോ, അതല്ലേ? അയ്യേ വെള്ളം പോയി ഷൂവിനകത്ത്. നീ വെള്ളത്തിൽ ചവിട്ടിയോ? അയ്യേ ശേ. അയ്യോ ഇതുണ്ടോ, വെള്ളം ഒഴുകുന്നുണ്ടോ? ഓക്കെ, വെള്ളം ഒഴുകുന്നുണ്ടോ? ആ ഞാനത് കണ്ടതേ ഇല്ല. ആ നീ അങ്ങോട്ട് കുഴപ്പമില്ല, നടന്നോ. മൂഞ്ചി. ഇവിടെ എത്തുമ്പോൾ ഒരു ഓലി കണക്ക്, ഓലിയല്ല ഇത്, ഒരു ചെറിയ വെള്ളം ഇങ്ങനെ ഒഴുക്കുണ്ട് പാറയിൽ, കണ്ടോ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പെയ്ത മഴയുടെയൊക്കെ ആയിരിക്കും മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നത്. സത്യത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു നടപ്പൊഴി പോലെ ഇവിടെ കാണാനുണ്ട്. നമ്മളിത് കാണാണ്ടാണ് അപ്പുറത്തോട്ട് പോയത്. എനിക്ക് ആ സാധനം ഇവിടെ വരെ ഉള്ളൂ. ഇനി അങ്ങോട്ടും പോയി നോക്കാം, കാണാം എന്തേലും വഴിയൊക്കെ ആയിട്ട്. ഇതിപ്പോൾ ഞാനും വെള്ളത്തിൽ ചവിട്ടി. നടന്നു നമുക്ക് താഴത്തിറങ്ങണ്ട, ഈ സൈഡ് വഴി തന്നെ പോട്ടെ. താഴത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വഴി അങ്ങനെ നോക്കണ്ടേ, ചില സ്ഥലത്ത് ചെന്നിട്ട് താഴോട്ട് ഇറങ്ങേണ്ടി വരും. അങ്ങോട്ട് തന്നെ മുകളിലോട്ട് കയറി. ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ വഴി? അയ്യോ എന്ത് ഇല്ല, ബാഗിന്റെ വെയിറ്റ് ആണ്. ഇപ്പോൾ ബാഗിലോട്ടൊക്കെ പോയി. ഒരു മിനിറ്റ് ഗൈസ്, അന്ന് പോയപ്പോഴത്തേക്ക് ഒരു വഴി കണ്ടായിരുന്നു, പക്ഷെ അതിനേക്കാളും നല്ല വഴിയായിട്ടാണ് ഇപ്പം ഈ രാത്രി പോകുന്ന വഴി തോന്നുന്നത് എന്ന് വിചാരിക്കുന്നു. അങ്ങോട്ട് കയറാൻ വഴിയുണ്ടോടാ? താണ്ട് ഇത് വഴിയല്ലേ? കയറിക്കോ. ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് അമ്പൂരി, കുരിശുമല, ആ ഭാഗങ്ങളൊക്കെ അങ്ങനെ കാണാം. കണ്ടോ, വെറും ലൈറ്റ് വെട്ടം മാത്രമേ കാണുന്നുള്ളൂ. പകൽ ചിലപ്പോൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ നല്ലതുപോലെ അറിയാൻ പറ്റുമായിരിക്കും സ്ഥലമൊക്കെ. വി ആർ ട്രാപ്ഡ്. ഇവിടുന്ന് എങ്ങോട്ട് കയറാനുള്ളത്? ഇങ്ങോട്ട് കയറാം. നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്, പക്ഷേ അങ്ങോട്ട് വഴി, അപ്പോൾ ഇതുവഴി ഈ പാറ വഴി ഇങ്ങനെ കയറാം അല്ലേ? അതല്ലടാ അതാണ്ട് വഴി ആരോ ഇട്ടേക്കുന്നത്. ഓർമ്മയില്ലേ, നമ്മൾ അങ്ങോട്ട് പോയിട്ട് വഴി ഇങ്ങനെ ഇറങ്ങിപ്പോയത് വഴിയെ. നമ്മൾ അന്ന് വന്നിട്ടാണ് ഇങ്ങനെയാണ് ഇറങ്ങിപ്പോയത്. അല്ല, അങ്ങനെ ഇറങ്ങിപ്പോയി അവിടെ ചെന്നപ്പോ പറഞ്ഞ് വഴി തെറ്റിയെന്ന്. എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് താഴോട്ട് പോയി. അതുകൊണ്ട് ആരോ താടക്കുന്നു നമ്മുടെ മറ്റേ ആരോ നമ്മുടെ ആരോ കിട്ടിയിരിക്കുകയാണ്. പക്ഷെ ഇനി എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. വാ ഇങ്ങോട്ട് തന്നെ വാ. അല്ല അങ്ങോട്ടല്ല അതിലേ കൂടെ നമ്മൾ ഇറങ്ങി വന്നേ. ഏതിലെ? അവിടെ വഴി നോക്ക്, അവിടെ ഇങ്ങോട്ട് നോക്ക്. അല്ലടാ, അവിടെ വഴി വരാൻ എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ വീഡിയോയിലുണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഉള്ളിച്ചേട്ടൻ. അവിടെ വഴിയുണ്ട്, വാ. അതാ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വീഡിയോയിലുണ്ട്. ഞാൻ ആ വ്ളോഗ് ഇരുന്ന് കണ്ടപ്പോഴേ എഡിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഇതാണ് വഴി. ഇപ്പൊ ചുമ്മാ വന്ന വഴി ചുമ്മാ തെറ്റിച്ചേനെ ഇപ്പം. ആരോ കണ്ടപ്പോഴുള്ള സന്തോഷം. ഇനിയാണ് നമ്മള് ഇനി സ്റ്റിക്ക് ടു ദ ട്രയൽ എന്ന് പറയാൻ പറ്റൂല. ഇത് മറ്റേ തന്നെ. അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്? ഇതല്ലേ? അതല്ല, ഇതാണോ വഴി? ഇങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് പോകും. നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. ഇതല്ലേ വഴി? കിടക്കുന്ന വഴി. അപ്പൊ ഇതാണ്. ഇതാണ് വഴിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ.
ആ ഇത് തന്നെയാണെന്ന് തോന്നുന്ന വഴി. പക്ഷെ മറ്റേ പാറയുടെ അടുത്തോട്ട് എത്തിയില്ലല്ലോ. ഏത് പാറ? നീ നിന്റെ കാലിടിച്ചില്ലേ? ഇല്ലില്ല, അതൊക്കെ ഈ മേളില. അല്ലല്ലല്ല, അത് ഇതൊക്കെ കഴിഞ്ഞിട്ടാ. പക്ഷെ നമ്മൾ ആരോ കണ്ടല്ലോ. ആരോ കണ്ടു. അതെങ്ങനെ കണ്ടെന്ന് ഞാൻ ആലോചിക്കുന്നൊരു ഞാൻ അവിടെ കുടുങ്ങിപ്പോയി. എവിടെ കുടുങ്ങാണ്ടോ? അല്ലടാ, ആ ആരോ കണ്ടതൊരു അത്ഭുതമായിപ്പോയി. കുറെ സ്ഥലം നമ്മൾ സ്കിപ്പ് ചെയ്തല്ലേ? നമ്മൾ കുറെ സ്ഥലം സ്കിപ്പ് ചെയ്ത്. എനിക്കറിയാൻ വയ്യ, സ്കിപ്പായതാണോ അതോ നമ്മളിനി വേറെ ഏതെങ്കിലും വഴി അവിടെ ഒന്ന് കയറിയതാണോ? പക്ഷെ ഇവിടെ വഴി കാണുന്നുണ്ട് അല്ലേ? ആ, ഇത് വഴിയാണ്. എത്തി. നിന്റെ കാലിടിച്ച സ്ഥലം എത്താനായി. ഇത് വേണ്ടേ? എടാ ഇവിടെ എത്തി. എവിടെയെന്നറിയോ? സ്ഥലം മനസ്സിലായി. വാ വാ. ഇത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരാൻ നേരത്ത് ഇവിടെ ഇങ്ങനെ രണ്ടായിട്ട് തിരിയുമെന്ന് പറഞ്ഞിട്ട് ഇതിന് അവിടെ ഇതുവഴി ഇങ്ങനെ വഴിയുണ്ട്. ആ അതെ അതെ അതെ, മനസ്സിലായി. ഞാൻ പറഞ്ഞ എപ്പോഴും ലെഫ്റ്റ് ആണ് റൈറ്റ് എന്ന് പറഞ്ഞു. നമ്മൾ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്ന് വെച്ചിട്ട് ലെഫ്റ്റ് ആയിരിക്കും എപ്പോഴും റൈറ്റ് എന്ന് പറഞ്ഞിട്ട് പോയി. ഇതിന്റെ മുകളിലാണ് നിന്റെ കാലിടിച്ചത്. അല്ല, എന്റെ കാലിടിച്ചത് ഇതിനൊക്കെ താഴെയാ. അപ്പോൾ എനിക്ക് തോന്നുന്നതേ ഇതിപ്പോൾ മഴ പെയ്തിട്ട് വെള്ളം ഒലിച്ചിട്ട് ഉള്ള വഴിയാണെന്നാണ് തോന്നുന്നത്. വെള്ളം ഒഴിച്ച വഴിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഇത് വഴിയല്ല, വെള്ളം ഒഴുകി വന്ന സ്ഥലമാണ്. ഇത് വഴിയാ? ഇത് വഴിയല്ലടാ, എത്രയും തെളിഞ്ഞ് കിടക്കാൻ വേണ്ടിയുള്ള വഴിയല്ല ഇത്. ഇത് മഴയത്ത് വെള്ളം കുത്തി ഒലിച്ച് ഇറങ്ങിയതാ. നോക്ക് നീ, മഴവെള്ളം ഒലിച്ചിറങ്ങി വന്നേ കണ്ടോ? പക്ഷെ നമുക്കത് കാര്യമാക്കണ്ട, നമുക്ക് ഇതുവഴി തന്നെ കയറാം. ഒരു ചാലായിട്ടുണ്ടല്ലോ ഇതിൽ, അപ്പോൾ ഇതേ വഴി തന്നെ കയറാം. ഇതിലേടാ, ഇതിന്റെ ഇപ്പൊ എല്ലാ ഫ്ലാഷും കൂടെ വന്നപ്പോഴത്തേക്ക് പകലായ പോലെ ഉള്ള വെളിച്ചം. ശരിക്കും ഇത് നമ്മൾ പോയ വഴിയാ ഇത്. ഈ കമ്പലാണ് നമ്മളത് മറ്റേ ഇത് ഒറ്റക്കയിൽ തൂങ്ങി നിന്നിട്ട് ഇതെടുത്തത്. ഇതിലാണ്. ആണ്, ഇത് വഴിയാ നമ്മൾ വന്ന വഴിയാ. ഓക്കെ ഓക്കെ, ഞാൻ വിചാരിച്ച് പറ്റിക്കാൻ പറയുവാന്ന്. അല്ല, ഞാൻ പറ്റിക്കാൻ പറഞ്ഞല്ല. നമ്മളാ വഴിയിലോട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ അന്ന് വന്ന ഒരു ദിവസം ഈ മരത്തിലാണ് ഞാനും എൻ്റെ കൂടെ ഉള്ളവനും കൂടെ ഒരു കയ്യിൽ ഇതിൽ തൂങ്ങിയിട്ട് നമ്മളിങ്ങനെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. അത് ശ്യാം ചേട്ടൻ ജയിച്ചു. അന്ന് ഞാൻ ജയിച്ചായിരുന്നു. അതിൻ്റെ ഒരു ആവേശത്തിൽ പറഞ്ഞാണ്. എന്നാലും അതുകൊണ്ട് നമുക്ക് ഈ മരത്തെ ഓർമ്മയുണ്ട്. ജയിച്ചോണ്ട് ഓർമ്മയുണ്ട്. അപ്പോൾ നമ്മൾ വഴി തെറ്റിയിട്ടില്ല, വഴി ഓക്കെയാണ്. ഇനി ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം. ഞങ്ങളിതിൻ്റെ അപ്പുറം പോയപ്പോഴത്തേക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഈ അപ്പുറത്തെ സൈഡിൽ ഇതേ പാച്ച് തന്നെയാണ്, അതായത് ഇതേ പുറത്തെ പാറ തന്നെയാണ്. നമ്മൾ അവിടെ നിന്ന് കാണുമ്പോഴത്തേക്ക്, നമ്മൾ ഇരുട്ടത്ത് കണ്ടപ്പോഴത്തേക്ക് വിചാരിച്ചു ഞങ്ങൾ ഈ പാറയുടെ മുകളിൽ കാണാൻ വന്നതെന്ന്. പക്ഷേ അവിടെയാണെങ്കിൽ ഇതേപോലെ അപ്പുറത്തെ സൈഡ് നല്ല കൊക്കയാണ്. അപ്പോൾ നമുക്കതങ്ങനെ തോന്നിയതാണ്. അത് കുഴപ്പമില്ല, സ്ഥലം സെറ്റായി, വഴി കണ്ടുപിടിച്ചു. പക്ഷേ ഇതിൽ കുറച്ച് ദൂരം മുകളിലോട്ട് കയറുന്നതിന് കുഴപ്പമില്ല, കുറച്ചങ്ങ് എത്തുമ്പോഴത്തേക്ക് പിന്നെ ഇത്തിരി അഴുക്ക വഴിയാണ്. അത് നോക്കിപ്പോണം. എന്തായാലും പോവാം. മറ്റേ കുത്തനൊരു സാധനം വരുന്നുണ്ട്. ഇരുന്ന് നിരങ്ങി വന്നതല്ലേ? ഇവിടെയൊക്കെ നമ്മൾ നടന്നതാണോ? വഴിയല്ല ഇത്. നിങ്ങളീ കാണുന്നൊന്നും വഴിയായിട്ടല്ല. ഞങ്ങൾ ജസ്റ്റ് എന്തോ ഒരു തോന്നലിൻ്റെ പുറത്ത് മാത്രം നടക്കുന്ന വഴിയാണിത്. അതായത് ചില സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെ അയ്യോ ഈ മരത്തിൽ പിടിക്കരുത്, ഇത് മുള്ളാണ് കേട്ടോ. പെട്ടെന്ന് പിടിച്ചാൽ കൈ വേദനിക്കും. കൈ ഇനി എൻ്റെ ഒന്നും മുറിയാനില്ല.
എവിടേക്കോ എൻ്റെ കൈയും കാലും ഒക്കെ മുറിഞ്ഞു നല്ലപോലെ. അത് കൈയല്ല, കാലല്ല, കൈയാണ് മുറിഞ്ഞത്. മൊത്തം മുള്ളും കൊണ്ട് നിറഞ്ഞിരിക്കുവാണ് മെയിനായിട്ട്. കൈയും കാലുമൊക്കെ മൊത്തം മുറിഞ്ഞ് അവിടെ ഇവിടെ എല്ലാം മുറിഞ്ഞ് സംഭവം. മുള്ളും വള്ളിയും പിന്നെ കുറേ തവളയും അത്ര മാത്രമേ ഇപ്പോൾ കാണാനുള്ളൂ. നമ്മൾ നല്ല രീതിയിൽ തളർന്നിട്ടുണ്ട്. പക്ഷെ മുകളിൽ പോയാൽ മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ. കാര്യം വെച്ചാൽ നമുക്കൊരു മുകളിലെന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൽ എത്തിയതിന് ശേഷം മാത്രമേ ഒരു നല്ലൊരു വിശ്രമത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുള്ളൂ. അതുവരെ നമ്മൾ നടന്നുകൊണ്ടേയിരിക്കണം. ഇവിടെ ഇപ്പം വഴിയാണെന്ന് തോന്നിക്കുന്ന വഴികളിലെല്ലാം ഞങ്ങൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുക. മുള്ളുണ്ട് ഇഷ്ടം പോലെ. അത് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കൊളുത്തിയിട്ട് വലിക്കും. നമ്മളത് വലിച്ചും മാറ്റാനായിട്ട് പറ്റത്തില്ല. അതിലും വലിച്ചുകൊണ്ടങ്ങ് പോകാനേ പറ്റത്തുള്ളൂ. വിരലെല്ലാം മുറിഞ്ഞു. കുഴപ്പമില്ല. മുന്നോട്ടുള്ള വഴി ഒരു വ്യക്തമായിട്ടുള്ള ധാരണയില്ല. വഴി എല്ലായിടത്തും കാണുന്നുണ്ട്. ഈ പന്നി ഒക്കെ കയറി നടന്നിട്ട് ഒരു വഴി പോലെ തോന്നുന്ന വഴികളിലെല്ലാം നമ്മൾ നടക്കും. വഴി തെറ്റിയിരിക്കണം. പിന്നെ വഴി എവിടെ മാറി. ഇപ്പോൾ പുല്ലും കാട്ടിനകത്തെത്തി. അർജുനെ, എന്തോ അർജുനെ കയറുവാ. ഇത് തന്നെയാണ് വഴി. ഈ ഉള്ള വഴിയേ അവിടെ നിന്ന് ആ കുഴി വഴി ഇങ്ങനെ കയറുവാ. സൂക്ഷിച്ച് പറഞ്ഞേ. ആ ഒരു സൈഡ് എഡ്ജ് വഴിയാണ് വരുന്നത്. ഒന്ന് നോക്കി വാ. അത് വഴിയല്ല, സൂക്ഷിച്ച് കയറുവാ. നോക്കി പറഞ്ഞേ. യെസ്. അവിടെ ആ സൈഡിലോട്ട് മാറിപ്പോരുത്. അത് കുഴിയാണ് അപ്പുറത്ത്. അങ്ങോട്ട് പോരുത്. ഇങ്ങോട്ട് ഇടത്തോട്ട് വലതോട്ട് കയറുക. കയറുക. ഇത് തന്നെ വഴി. വാ, വരട്ടെ. ഇതിപ്പോൾ വഴിയാണെന്ന് അറിയത്തില്ല. നമുക്കിതിങ്ങനെ പോയി നോക്കാം. ഇതിപ്പോൾ ഈ ഒരു സൈഡ് പിടിച്ച് ഇങ്ങനെ പോവാം. ഇതിൻ്റെ ഈ ഇടതുവശം നല്ല കുഴിയാട്ടോടാ. താഴോട്ട് പോരുത്. സീരിയസ് ആയിട്ട് കുഴിയാത്. അത് കുഴിയാണ്. ഞാൻ അതല്ലേ പറഞ്ഞത്, കുഴിയാണെന്ന്. ഞാൻ കളി പറഞ്ഞല്ല. അപ്പുറത്ത് നല്ല കുഴിയാ. വാ. തെന്നിപ്പോന്ന്. അത് വീഴുന്നില്ല. മനപ്പൂർവ്വം വീഴുന്നില്ല. അതാ ഞാൻ പറഞ്ഞ ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ചു നിന്ന് വേണം വരാൻ. ഇതുണ്ടോ ഈ നമ്മൾ പോകുന്നതിൻ്റെ ഈ സൈഡ് നല്ല ഇപ്പോൾ കുഴി പോയേനെ. ഈ സൈഡ് നല്ല കുഴിയാ. തെന്നി കുഴി പോയാൽ പോയി. ഒന്ന് കുഴിയാണ്ടോ. ഇത് മനുഷ്യൻ നടന്ന വഴിയാണോ പന്നി നടന്ന വഴിയാണോ എന്ന് അറിയത്തില്ല. ഈ പന്നിച്ചാല് കണക്കാണ് ഇരിക്കുന്നത്. ആരും ഒരു കഴപ്പിനൊന്നും രാത്രി കയറി വരരുത് കേട്ടോ. നമ്മളെന്തോ ഒരു കഴപ്പിന് വന്നേ. മുകളിലോട്ടെത്തിയപ്പോൾ മഞ്ഞ് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇലയിൽ. ഇതിലല്ല. ഇത് വഴിയായിട്ടുണ്ട്. ഇവിടെ നല്ല കുത്ത് കയറ്റമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ മുകളിലോട്ട് കയറണം. അങ്ങോട്ട് കയറണം. കണ്ടോ, അങ്ങ് കാണുന്നുണ്ടോ? അങ്ങനെയാണ് കയറാനുള്ളത്. അർജുനെ, എന്തോ ഇവിടെ എനിക്ക് വഴി മാറിയെന്ന് തോന്നടാ. ഇപ്പുറത്തൂടെ. നീ അവിടെ നിന്നില്ലേ, ഞാൻ വരുന്നേ. ഓക്കെ. ഇവിടെ പിടിച്ച് കയറാൻ ഇതില്ലടാ. നീ ഈ മരത്തിന് മുകളിൽ കൂടെ അല്ലേ വന്നേ? അതെ. അവിടെ ഞാൻ ഈ കുഴിയിലായിപ്പോടാ. കയറിയോ സൈഡിൽ കൂടെ വാ. വെയിറ്റ് ചെയ്യേ. ആ കുഴി നോക്കണേ. നിന്റെ ലൈറ്റ് കാണുന്നുണ്ടോ? ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്.
അമ്പോടാ എടാ വെയിറ്റ് ചെയ്യണേ. ഇതുവഴി തന്നെയല്ലേ? അതെ അതെ അതെ. ഇവിടെ എനിക്ക് അപ്പുറം വഴി വരാൻ പാടായിരിക്കും. എന്ത് ലൈറ്റ് കാണുന്നില്ലേ? ലൈറ്റ് കാണുന്നുണ്ട്. ഞാൻ ഈ ലൈറ്റ് ഓഫ് ചെയ്യണേ, അല്ലെങ്കിൽ എനിക്ക് 2 കൈയും കൊണ്ട് പിടിച്ച് കയറണം. ഓ ഇത് വിഷയം. ഇവിടെ വഴി ഉണ്ടായിരുന്നല്ലേ? അതെ, ആ സൈഡ് മാറിപ്പോയതാ. സൈഡ് മാറിപ്പോയടാ. ഇത് നല്ല വഴിയായിരുന്നു. എനിക്ക് കയറാം. ഓക്കെ സെറ്റ്. എടാ നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു കാളിമലയുടെ ലെവലിൽ എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നിന്നുണ്ടോ കാളിമല ദൂരെ കാണാം. അതെ, നമ്മൾ ഏകദേശം എത്താനായി. ഇനി വലിയ ദൂരമില്ല. നമ്മളിപ്പോൾ ഒരു നിരന്ന സ്ഥലം ഇവിടെ എത്തിയെന്നായിട്ട് തോന്നുന്നുണ്ട്. കാരണം അപ്പുറം കാണാം. ഇപ്പോൾ നീ മുന്നേ പോക്കോ. ഇതാ വഴി ഇങ്ങനെ. എടാ നമ്മളെ ഏകദേശം ഒരു മുകളിലോട്ട് എത്താനായെന്ന് തോന്നുന്നു. കാര്യം വെച്ചാലേ ഇപ്പോൾ നീ വലതുവശത്ത് കാണുന്നത് വില്ലൂന്നി മലയാണ്. എന്നിട്ട് വലതുവശത്തോട്ട് നോക്ക്, അത് വില്ലൂന്നി മലയാണ്. നമ്മൾ ടോപ്പ് എത്താനായില്ലേ? അതിനകത്ത് അപ്പുറം സൈഡ് കാണാൻ പറ്റുന്നൊരു ഫീലില്ലേ? അതെ അതെ അതെ. കണ്ടോ വില്ലൂന്നി മല കാണുന്നില്ലേ? അതെ. ഇനി നേരെ കയറിക്കോ. എനിക്ക് തോന്നുന്നില്ല വലിയ ദൂരം ഉണ്ടെന്ന്. ഇപ്പം ആകാശം കാണുന്നുണ്ടല്ലോ. ആ ചരുവിനെത്തിയടാ നമ്മൾ. അതെ 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 അതെ, ചരുവിനെത്തി. കേറിക്കോ. ആ കാട് കഴിഞ്ഞ് നമ്മളെ ചരുവിലോട്ട് കയറി. ഇവിടെ നല്ല നനവുണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു പന്നിയോ മ്ലാവോ അങ്ങനെ എന്തോ സാധനം കയറിയിട്ടുണ്ട്. കാല് കാണുന്നുണ്ടോ നീ? കുളമ്പിൻ്റെ പാട്. ഇനി നമ്മളെത്താറായി ഗൈസ്, നമ്മളെത്താറായി. കുറച്ചും കൂടെ ഉള്ളൂ, പുൽമേടായി. നമ്മളിപ്പോൾ കൊണ്ടകെട്ടിയുടെ നേരെ താഴെ എത്തി. എൻ്റെ ഈ പിറകിൽ കാണുന്ന ഭാഗമാണ് കൊണ്ടകെട്ടി. അപ്പോൾ നമ്മൾ ഇനി വ്യക്തമായിട്ടുള്ളൊരു വഴിയിൽ നമ്മളെത്തി. അതുപോലെ തന്നെ ഇനി ആശയക്കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് കയറി പോകാനുള്ള വഴി കൃത്യമായിട്ട് അറിയാം. നേരെ മുകളിലോട്ട് ചെന്നാൽ മാത്രം മതി. നമ്മളിപ്പോൾ ഏകദേശം ഒരു സമയത്ത് 1 മണിയായോ? സമയം ഇപ്പോൾ പറയാം. 1:30. നമ്മളൊരു 2 മണിയാകുമ്പോഴത്തേക്ക് മുകളിലെത്തും. 2 മണി ആകേണ്ട സമയം ആവശ്യമില്ല, ഒരു 10-15 മിനിറ്റ് മതി. പക്ഷേ നമ്മൾ കയറി പോകുന്നതിനനുസരിച്ച് 2 മണിയാകുമ്പോൾ മുകളിലെത്തുന്ന കൂട്ടിക്കോ. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും ഒരുപാട് നേരത്തെയാണ് എത്തിയത്. നമുക്ക് മുകളിൽ പോയിട്ട് അത്യാവശ്യം റെസ്റ്റൊക്കെ എടുക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ നമ്മൾ താഴ്ന്ന് കയറി വന്നത് നല്ല ടാസ്ക്കായിരുന്നു. നല്ലപോലെ ബുദ്ധിമുട്ടി. വഴി അറിഞ്ഞൂടാത്തതുകൊണ്ടല്ല, ഈ രാത്രി ആയതുകൊണ്ട് വഴി കണ്ടുപിടിക്കാൻ പാടുപെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. കുറച്ച് നല്ല ബുദ്ധിമുട്ടി. വഴി ഒരു പ്രാവശ്യം വന്നതുകൊണ്ട് വഴി കറക്റ്റ് അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ മുകളിൽ കയറി എത്തി. ഇനിയിപ്പോൾ ഇനി നമുക്കിപ്പോൾ മലയുടെ മുകൾ ഭാഗം കൃത്യമായിട്ട് കാണാൻ പോകാനുള്ള വഴിയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഇവിടുന്നുണ്ട്. ഇതുവരെ നമ്മൾ ഇതിൻ്റെ താഴോട്ടെല്ലാം കാടായിരുന്നു. കാടിൽ നിന്ന് നമുക്ക് പുറത്തോട്ടൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വഴിയെന്ന് ഉദ്ദേശിക്കുന്ന പലതും വഴി ആയിരുന്നില്ല. മാറിയും തിരിഞ്ഞൊക്കെ പോയിട്ടാണ് വന്നത്. ഇപ്പോൾ ഇനി ഇവിടെ എത്തി. ഇനി സുഖമായിട്ട് മുകളിലോട്ട് കയറാവുന്നേ ഉള്ളൂ. ഇനി ഒരു പുൽമേടാണ് ഇതിങ്ങനെ കയറുന്നത്. ആ ചരുവ് വഴി നമുക്ക് നേരെ മുകളിലോട്ട് കയറാൻ പറ്റുന്നതാണ്. ഓക്കെ, മുകളിലോട്ട് കയറട്ടെ. സൂക്ഷിച്ച് പറഞ്ഞാടാ, എന്താ അറിയാമോ, പുല്ല് തെന്നുന്നുണ്ട്. പിന്നെ ഈ പാറയിൽ മണ്ണ് വെള്ളം പിടിച്ച് നിൽക്കുന്നുണ്ട്, തെന്നുന്നുണ്ട്. ഓക്കെ. ഇത് തന്നെയാണ് കേട്ടോ വഴി. കാരണം വെച്ചാൽ ഈ പുല്ലിങ്ങനെ മാറി നിൽപ്പുണ്ടല്ലോ, അത് തന്നെ വഴി. നോക്കിയാൽ കയറിയാൽ മതി. എത്തി. മുകളിലോട്ട് നോക്കിയോ, വേറെ എന്തേലും പറയാൻ പറ്റത്തില്ല. നല്ല പുല്ല് നിൽക്കുന്ന സ്ഥലമുണ്ട്. മ്ലാവോ കാട്ടുപോത്തോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കാണും. ഇവിടെ ഉണ്ടാവാൻ വഴിയില്ല. കാല് വെക്കുന്ന സൈഡിൽ നിന്ന് തെന്നി താഴ്ത്തു പോവാ.
നോക്കി പറഞ്ഞേ, കല്ലുണ്ട് ഇവിടെ കേട്ടോ. ഓക്കെ ഓക്കെ. ആ അയ്യോ എന്തു ഈ സാധനം പിടിച്ചതാ കൂടെ വന്നു. ഞാൻ വിചാരിച്ച് പാമ്പാന്ന്. അതിനെ ഞാൻ പിടിച്ചതാ. നമ്മളിപ്പോൾ കയറി എത്താനായി. വഴി ഏതാടാ? അങ്ങോട്ടാ. സമയം ഏകദേശം 2 മണിയാകാനായി. 2 മണിയാകാനായി. 2 മണി ആ സമയമായി. നല്ല തണുത്ത കാറ്റുണ്ടല്ലേ അർജുനെ? നല്ല തണുത്ത കാറ്റുണ്ട്. ശരിയാ. മഴ പെയ്യോ? അവിടെ ഈ ഭാഗം ഇരുണ്ടോ? ഇല്ലല്ലോ, ഇടി വെട്ടുന്നുണ്ട്. മഴ പെയ്താൽ ഒന്നുമില്ല, വെറുതെ നനയാനേ പറ്റത്തുള്ളൂ. ഒരു സാധനം കൊണ്ടുവന്നിട്ടില്ല. കൊട പോലും ഇല്ല. അത് പോട്ട്, ഇതിൻ്റെ മോൾ ഭാഗത്ത് മഴയൊന്നും മാറി നിൽക്കാനായിട്ടൊരു മരം പോലും ഇല്ല. ഇതാണ് നമ്മൾ കയറുന്ന വഴി. നേരത്തെ ഇതിനെ പിടിച്ചിട്ടാണ് അവൻ പാമ്പാന്ന് പറഞ്ഞ് പേടിച്ചതായി. ഇത് ഉണങ്ങി നിൽക്കാം കേട്ടോ. ഇതിന് പിടിക്കുമ്പോൾ പറഞ്ഞിങ്ങി വരും. അതുകൊണ്ട് അതിൽ പിടിക്കരുത്. എത്തിയടാ, എത്തി. നമ്മൾ മോൾ ഭാഗത്തെത്തി. വാ, ഇനി അധികം ദൂരമില്ല. ഏകദേശം ഒരു 10-15 മീറ്റർ മാത്രം. അമ്മേ, എത്തിപ്പോണേ, എത്തിപ്പോയി. അതിനെ കയറിയോടെ എത്തിയടാ. ഓ, ഞങ്ങളങ്ങനെ കൊണ്ടകട്ടി മലയുടെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. നമ്മളിതിൻ്റെ മുകളിൽ എത്തിയ സമയം രാത്രി 2:40. അപ്പോൾ ഇനി സൺറൈസ് വരാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്ക് സൂര്യൻ ഉദിച്ച് കഴിഞ്ഞതിന് ശേഷം അതുകൂടെ കണ്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് കാത്തിരിക്കുകയാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിൻ്റെ മുകളിലെത്തിയത്. ഇപ്പം നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് ശബ്ദം ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എന്തു പറയാനാ, ഇതിൻ്റെ മുകളിൽ വന്ന് ഈ ഒരു സമയത്ത് ഇവിടെ വന്ന് ഇരിക്കാനും അതുപോലെ തന്നെ ഈ ഒരു വ്യൂ ആസ്വദിക്കാനും കഴിയുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. താഴെ ക്ലൗഡ് ബെഡൊക്കെ ഉണ്ട്, കാണാൻ അടിപൊളിയാണ്. ഒരു അന്യായ ഫീലാണ് ഇവിടെ വന്നിരിക്കാൻ. പ്രത്യേകിച്ച് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് മുകളിൽ വന്നതിൻ്റെ ആ ഒരു അധ്വാനത്തിൻ്റെ ഫലം മൊത്തമായിട്ട് കിട്ടുന്നൊരു ഫീലുണ്ട് ഇവിടെ. എന്തായാലും എല്ലാവരെയും സൺറൈസ് കൂടെ കാണിക്കാൻ പറ്റുമെന്ന് കരുതുന്നു. എന്നിട്ട് കാണാം. അങ്ങനെ നേരം വെളുത്തിരിക്കുകയാണ്. പക്ഷേ അതും അവിടെ സൂര്യൻ ഉദിക്കുന്നുണ്ട്, പക്ഷെ പൊങ്ങി വന്നില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ ഇന്നലെ കിടന്നത് കണ്ടോ. ഇവിടെ കിടന്നത് എന്താ വെച്ചാൽ ഈ അപ്പുറം എല്ലാം നല്ല കാറ്റടിക്കുന്നുണ്ട്. ഈ മരം ഇവിടെ നിൽക്കുന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാറ്റടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്ത് കാറ്റിന് നല്ല കാറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ഇവിടെയാണ് കിടന്നത്. ഇതുണ്ടോ, ഈ താഴെ കാണുന്നതാണ് കൂനിച്ചി, അറിയാമല്ലോ, അതൊന്നും പറയേണ്ട കാര്യമില്ല. ക്ലൗഡ് ബെഡ് ഉണ്ട്, അത് കാണിച്ചു തരാം. കണ്ടോ, അതാ ക്ലൗഡ് ബെഡ്. നല്ല രസത്തിലുണ്ട്, കിടുക്കനാണ്. കിടുക്കൻ, ഓക്കെ. അതാ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്, കണ്ടോ. സൂര്യൻ അതാ അവിടെ നിന്ന് ഉദിച്ച് വരുന്നുണ്ട്.
6 മണിക്കെന്നാണ് പറഞ്ഞത് സൂര്യൻ ഉദിക്കുന്നത്. പക്ഷേ ഇവിടെ അത് 6 മണി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ വന്നു, സെറ്റായിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. ഇനി എന്താ പറയാനാ, ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും സൂര്യോദയം കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുവാണ്. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം.